ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു എനർജി ഇവിടെ എനിക്ക് കിട്ടുന്നത് നിങ്ങൾ കുറേ പേരെങ്കിലും വളരെ സഫർ ചെയ്യുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറേയധികം സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കുറേയധികം സഫർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം മേ ബി നിങ്ങൾ മാത്രമല്ല ഇവിടെ സഫർ ചെയ്യുന്നത്. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവർ, അതായത് ഫാമിലിയിലുള്ളവരായിരിക്കാം, അതുമല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അതായത് നിങ്ങളെ വളരെ സ്നേഹിക്കുന്ന, നിങ്ങളുമായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള കുറേ വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഇപ്പോൾ വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടി അത് ബാധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഒക്കെ വന്ന സമയത്ത് മേ ബി നിങ്ങളൊരു എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അതായത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളെ വളരെ അടുത്തറിയാവുന്നവർക്ക് ഒരു വിഷമാണ്. ഇത് പഴയതുപോലെ തുള്ളിച്ചാടി നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് കാരണം ഇങ്ങനെ ആകാന്ന് പറയുമ്പോൾ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ അവർക്ക് വളരെ പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അങ്ങനെയും ആവാം. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരും ഒരു സാഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ആയി പോയിട്ടുള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചർ എനർജി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു ഡിപ്രഷനിലേക്കൊക്കെ വന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്നവർ പോലും ഈ ഒരു എനർജിയിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്ന ആരോടും ഇനി മിണ്ടണ്ട, അല്ലെങ്കിൽ ആരുമായിട്ടും ഒരു കാര്യവും ഷെയർ ചെയ്യുന്നില്ല, എപ്പോഴും തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി ഒരുപക്ഷെ നിങ്ങൾക്കിനി മരിക്കാൻ പോലും തോന്നുന്നവരും ഉണ്ടാവും. സോ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ടൊരു മരവിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ സൺ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരും. നിങ്ങളുടെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ എന്താണെങ്കിലും മൂവ് ഓൺ ആവും. അത് ആ ഒരു ഭയങ്കരമായിട്ടൊരു ന്യൂ ബിഗിനിങ്, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു ഹീലിംഗ് ടൈമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുറേ പേരുടെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഴയതുപോലെ അവൈലബിൾ ആവുന്നില്ല. ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. പഴയതുപോലെയുള്ള ഒരു മൊമെൻറ്റും ഇനി റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം. അതുപോലെ തന്നെ പഴയതിലും ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് ഒരു ക്ലാരിറ്റി റിലേഷൻഷിപ്പിൽ വരുത്തണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇത്തരം തോട്ട്സ് നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂച്ചറിൽ എന്താണെന്നുണ്ടെങ്കിലും സക്സസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. കാരണം എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ, ആ ഒരു തടസ്സങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു മാറി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ന്യൂ ഒരു ട്രാൻസ്ഫോർമേഷൻ, മജീഷ്യൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മാജിക് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ വരും എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റാർ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ദൂരെയാണ് നിങ്ങളിൽ നിന്നും. അത് ഇപ്പോൾ മേ ബി ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ മാത്രമല്ല, എന്തെങ്കിലും ഒരു റീസൺ കാരണം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം കുറേ പേരെങ്കിലും ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇവിടെ ഇപ്പോൾ നടക്കാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പേരെങ്കിലും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഓർത്തിട്ട് തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. കഴിവതും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ആ ഒരു ദൂരം വർദ്ധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക. ചേസ് ചെയ്യുന്തോറും ആ ഒരു റിയൂണിയനിലേക്കുള്ള ആ ഒരു ദൂരം കൂടിക്കൂടി വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. മാനിഫെസ്റ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ കുറേയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്.
ഒരു കൺഫ്യൂഷൻ വെച്ചുകൊണ്ട് ഒരു ഡൗട്ടോട് കൂടി ഒന്നും തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. വിശ്വാസത്തോടു കൂടി മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. പാസ്റ്റിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ പാസ്റ്റ് ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ റീയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒരു റിയൂണിയൻ പോസിബിൾ ആവും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ റീഡിങ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി യൂണിവേഴ്സിനോട് താങ്ക് യു പറയാൻ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഹാപ്പിനെസ് തോന്നില്ലേ, ഫ്യൂച്ചറിൽ ഒരു ചേഞ്ച് എന്താണെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വർദ്ധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് ഒരു റിഫ്ലക്ഷൻ പോലെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്, എങ്കിൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ടും വരാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കഴിവതും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക.